ഇന്ത്യയിലെ ഒരു നഗരം, ആ നഗരത്തിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വലിയ കെട്ടിടത്തിൽ, ഒരു ഫ്ലാറ്റിൽ ഒരു പിതാവും മകനും താമസിക്കുന്നു. മകന് ചെറിയൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് ആ ഭവനത്തിലെ ഏക വരുമാന മാർഗം. ഈ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. വാടകയ്ക്ക് താമസിക്കുകയാണ്. ഏകദേശം 20,000-ഓളം രൂപയാണ് വാടക. പിതാവ് ഒരു രോഗിയാണ്. നല്ല ചികിത്സാ ചെലവുമുണ്ട്. അപ്പോൾ കഷ്ടിച്ച് വളരെ ബുദ്ധിമുട്ടി ഇവർ ജീവിതം നയിക്കുകയാണ്. ഇവർ വലിയ ബന്ധുബലം അവർക്ക് ഈ നഗരത്തിലില്ല. ഒരു നാൾ ഈ പിതാവ് മരിക്കുന്നു. ഈ മൃതശരീരം ആ ഫ്ലാറ്റിൽ വെക്കാൻ ഫ്ലാറ്റിൻ്റെ ഉടമ അനുവദിക്കുന്നില്ല. ഈ 4-ാം നിലയിൽ നിന്ന് ഈ മകനും അദ്ദേഹത്തിൻ്റെ 1-2 കൂട്ടുകാരും കൂടി ചേർന്ന് മൃതദേഹം റെസിഡൻഷ്യൽ ഏരിയയിൽ ഇടയ്ക്ക് കൂടിയുള്ള ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിൽ ഒരു ചെറിയ പന്തലൊക്കെ കെട്ടി മൃതശരീരം അവിടെ പൊതുദർശനത്തിന് വെക്കുകയാണ്. ആ റോഡിന് വലിയ വീതിയൊന്നുമില്ല, വളരെ കുറച്ച് വീതിയുള്ളൂ. ഒരു വാഹനത്തിന് കടന്നു പോകാവുന്ന ഒരു വീതി മാത്രമേ ഉള്ളൂ ആ റോഡിന്. അപ്പോൾ മൃതശരീരം അവിടെ വെച്ച് അവിടെയുള്ള അവരുടെ അയൽക്കാർക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് മൃതശരീരം അവിടെ വീട്ടിൽ വെക്കാൻ അനുവാദമില്ലല്ലോ. അപ്പോൾ ബോഡി അങ്ങനെ ഒരു പന്തൽ കെട്ടി, സാധാരണ ഫ്ലാറ്റിൽ മരണം നടന്നാൽ അത് അത്ര അപൂർവമായ ഒരു കാഴ്ചയല്ല നഗരങ്ങളിൽ. മുറ്റത്ത് അന്ന് റോഡ് സൈഡിൽ വാഹനങ്ങളൊക്കെ ഒന്ന് അവർ മാറ്റിയിടും. അതുവഴി പ്രൈവറ്റ് വാഹന ഗതാഗതം ഉണ്ടാകില്ല. അകലെ നിന്നുള്ള കുറച്ച് വീട്ടുകാർ വന്നു, ബന്ധുക്കൾ വന്നു. പിന്നെ വൻ നഗരമായതുകൊണ്ട് അയൽക്കാരൊന്നും അങ്ങനെ വരണമെന്നില്ല. തൊട്ടടുത്ത ഫ്ലാറ്റിലെ 1-2 പേരൊക്കെ വന്നു. അവന് ചെറിയൊരു 10, 25, 30 പേര് അവിടെ കൂടിയിട്ടുണ്ട്. സാധാരണക്കാർ മരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബന്ധുക്കളോ വലിയ സോഷ്യൽ ലൈഫോ ഒന്നുമില്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ വരികയുള്ളൂ. അതും പല സമയത്ത് വന്ന് പോവുകയാണ് പതിവ്. കുറച്ച് കഴിയുമ്പോൾ മൃതശരീരം ഇവരുടെ ആചാരം അനുസരിച്ച്, ഇവരുടെ അനുഷ്ഠാനം അനുസരിച്ച് മൃതശരീരം കുളിപ്പിക്കണം. ചൂടുവെള്ളത്തിൽ വേണം കുളിപ്പിക്കാനായിട്ട്. അത് ഗ്യാസ് സ്റ്റൗവിലൊന്നും വെച്ച് ചൂടാക്കാനും പാടില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതിന് അടുപ്പ് കൂട്ടണം. അടുപ്പ് കൂട്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെക്കണം. വിറക് കത്തിച്ച് വെള്ളം തിളപ്പിക്കണം. തിളച്ച് ചൂടാക്കണം. ചൂടാക്കി തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്ത് മൃതശരീരം കുളിപ്പിക്കുകയാണ് അവിടുത്തെ ഒരു പതിവ്. പക്ഷെ അടുപ്പ് കൂട്ടണമല്ലോ, റോഡിൽ വേണം അടുപ്പ് കൂട്ടാൻ. ഇത് മഹാനഗരമാകട്ടെ. പക്ഷേ ഈ നഗരത്തിലൊരു പ്രത്യേകത ഉള്ളത്, എല്ലായിടത്തും കല്ലുകൾ കിടപ്പുണ്ട്. നല്ല കല്ലുകൾ. കേരളത്തിൽ കാണുന്ന പോലെ ഷേപ്പില്ലാത്ത കല്ലുകളല്ല, നല്ല ഷേപ്പുള്ള കല്ലുകൾ. അടുപ്പ് കൂട്ടാൻ പറ്റിയ കല്ലുകൾ എല്ലായിടത്തും കാണാം. റോഡ് സൈഡിലൊക്കെ കാണാം. ഒന്നുകിൽ റോഡിൻ്റെ സൈഡ് മനോഹരമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കല്ലുകളായിരിക്കാം, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡ് കെട്ടാൻ വേണ്ടി. എന്തായാലും ഈ കല്ലുകൾക്ക് നല്ല ഷേപ്പുണ്ട്. അടുപ്പിന് പറ്റിയ കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നമ്മളെവിടെ ഈ നഗരത്തിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും, കല്ലുകൾ കിടക്കുന്ന കാണാൻ സാധിക്കും. കൂടുതൽ ബന്ധുക്കളൊന്നും അവിടെ ഇല്ല. 4-5 സുഹൃത്തുക്കളുണ്ട്. ബന്ധുക്കൾക്ക് വലിയ പരിചയവുമില്ല, അവർ ദൂരെ നിന്ന് വന്നവരാണ്. അപ്പോൾ മകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 ചെറുപ്പക്കാർ വന്നിട്ട് ഈ തൊട്ടടുത്തു നിന്നൊക്കെ 1-2-3 കല്ലുകൾ കൊണ്ടുവന്നു. അവിടെ ഒരു ബഹളം കേൾക്കാം. ഈ കല്ല് ആരുടെ വീടിൻ്റെ മുമ്പിലാണോ കിടന്നത് ആ വീട്ടുകാർ വഴക്കിന് വന്നിരിക്കുകയാണ്. ദൃഷ്ടിയിൽ ഇതൊരു അശുഭ കാര്യമാണ്. ഈ കല്ലുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ കല്ലവിടെ ഇങ്ങനെ ചുമ്മാതെ കിടക്കുകയാണ്. പക്ഷേ ഈ കല്ലെടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. എന്തിനാണ് ഈ കല്ലുകൾ ഇട്ടേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ കല്ലുകളാണ്, അടുപ്പ് കൂട്ടാൻ പറ്റിയ 2-3 കല്ലുകളാണ്. ആ കല്ല് അവർക്ക് എടുക്കാൻ അവർ സമ്മതം. അവർ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് കിടക്കുന്ന കല്ലിങ്ങനെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടിടുക. ഈ പാവം പിടിച്ച പയ്യന്മാർ ഈ കല്ലുകൾ അവിടെ കൊണ്ടിട്ടു. ഒരു 2 ഫ്ലാറ്റുകൾക്കകലെ പുതിയൊരു ഫ്ലാറ്റ് പണിയാനായിട്ട് എനിക്കൊരു 10-25 വർഷക്കാലമായിട്ട് ആ കല്ലുകൾ അവിടെ കിടക്കുന്നത്. ഒരു കൂട്ടം കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോഡ് കല്ലുകളെന്ന് പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ പാറ ലോറിയെ കൊണ്ട് പാറ ഇറക്കുമ്പോൾ ഷേപ്പില്ലാത്ത പല രീതിയിലുള്ള അങ്ങനത്തെ കല്ലുകളല്ല ഇത്. എല്ലാത്തിനും ഒരു യൂണിഫോം ഷേപ്പാണ്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്, ചിലതിനൊരു സ്ക്വയർ ഷേപ്പ്.
അങ്ങനെ തന്നെ പൊട്ടിച്ചെടുത്ത്, എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ അരിഞ്ഞെടുത്ത് വിൽപ്പനയ്ക്ക് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒരു കൂട്ടം കല്ലുകൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഷേപ്പില്ലാത്ത കുറേ കല്ലുകൾ. അതിൽ നിന്നൊരു 3 കല്ല് എടുത്തോട്ടെ എന്ന് ഈ കല്ല് ഇറക്കിയ വീട്ടുകാർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടെന്നാണ് അവർക്ക് കിട്ടിയ അറിവ്. അവരവിടെ പോയി ചോദിച്ചു. അവർ പറഞ്ഞ് കൊടുക്കില്ല. വീട് പണിയാനായിട്ട് തറ കെട്ടാൻ കൊണ്ടിരിക്കുന്ന കല്ലാണ്. തറ കെട്ടാൻ കൊണ്ടിരിക്കുന്ന കല്ല് അശുഭ കാര്യങ്ങൾക്ക് കൊടുക്കില്ല. മരണം ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ ശുഭമല്ലാത്ത ഒരു കാര്യമാണ്. ബോഡി ഫ്ലാറ്റിൽ കടത്താൻ സമ്മതിക്കുന്നില്ല. തിളപ്പിക്കാനായിട്ട് അടുപ്പ് കൂട്ടാൻ കല്ല് കൊടുക്കുന്നില്ല. വിറക് വാങ്ങിക്കാൻ കിട്ടും. തൊട്ടടുത്ത് ഇവിടെ ഒരു കടയുണ്ട്, വിറക് പോയി വാങ്ങിക്കാം. ഈ 3 പാറക്കല്ലിന് വേണ്ടി അവരിവിടെ തൊട്ടടുത്തൊരു കൂട്ടത്തിൽ കണ്ട ഒരു കൂട്ടം പാറക്കല്ലുകൾ കണ്ടപ്പോഴാണ് അത് ഇറക്കിയിട്ടവരോട് ചോദിച്ചു. അവരും കൊടുത്തില്ല. പിന്നെ ഈ കൂട്ടുകാർ ഒരു ഓട്ടോറിക്ഷ എടുത്ത് വളരെ എവിടെയോ ദൂരത്തിൽ ഈ ഇഷ്ടിക ഭിത്തി കെട്ടാൻ വെച്ചിരിക്കുന്ന ഇഷ്ടിക ഉണ്ടല്ലോ, വലിയ കോൺക്രീറ്റ് ഇഷ്ടിക, കോൺക്രീറ്റ് ബ്രിക്സ് എന്ന് നമ്മൾ പറയും. ആ ബ്രിക്സ് 3 എണ്ണം കൊണ്ടുവന്ന് അതിനുവേണ്ടി അങ്ങോട്ട് 3-4 കിലോമീറ്റർ പോയെന്നാണ് അറിഞ്ഞത്. കൊണ്ടുവന്ന് അടുപ്പ് കൂട്ടി ചൂടാക്കി പച്ചവെള്ളം മിക്സ് ചെയ്ത് ആ മൃതശരീരത്തെ കുളിപ്പിച്ച് പിന്നീടുള്ള ചടങ്ങുകൾക്കായി വീണ്ടും കട്ടിലിൽ അവിടെ കിടത്തി. ചില മനുഷ്യരുടെ ഹൃദയം പാറക്കല്ലുകളുടെ കാഠിന്യത്തേക്കാൾ കടുപ്പമുള്ളതാവുന്നു. ആ ചെറുപ്പക്കാരന് 3 പാറക്കല്ലുകളുടെ വില താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നാടായാലും നഗരമായാലും കുഗ്രാമമായാലും അതല്ല ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയാലും വളരെ അപരിഷ്കൃതമായ ഒരു രീതി അവലംബിക്കുന്ന ചില മനുഷ്യരെയാണ് നമ്മളവിടെ കണ്ടത്. അവരുടെ ചില പരിഷ്കാരങ്ങൾ മാനവികതയ്ക്ക് ചേരുന്നതല്ല. 3 പാറക്കല്ലുകളുടെ വില എത്ര വലുതാണ് എന്ന് അയാളവിടെ തിരിച്ചറിയുന്നു. അയാൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ മനുഷ്യന് ആ 3 പാറക്കല്ലുകളുടെ വില ഒരു കാലത്തും മറക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മറക്കാൻ സാധിക്കാത്ത, നമ്മെ ഞെട്ടിക്കുന്ന ധാരാളം അനുഭവങ്ങൾ, ചിലപ്പോൾ കുറേ അനുഭവങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ടാകാം. മറ്റൊരു വിഷയവുമായി നമുക്ക് ഉടനെ കാണാം.